ഞാൻ പറഞ്ഞില്ലേ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഈ റിഫ മെഹനു സംഭവം നടന്നിട്ട് ഏകദേശം 2 വർഷത്തോളം ആയി കാണും അല്ലേ. എന്നാലും ഇതുവരെയും അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം റീസെന്റ് ആയിട്ട് മെഹനു തന്റെ രണ്ടാമത്തെ ഭാര്യയായ സഫയുമായിട്ട് ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളാണ് മെഹനു പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കാണാൻ ശ്രമിക്കുക. കുറെ കാലമായിട്ട് ഈ പ്രശ്നം നടക്കുക, ഇതുവരെയും സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. ആദ്യമായി റിഫയും സഫയും തമ്മിലുള്ള കല്യാണത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒരാളുമായി ബന്ധം തകർന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരാള് വേറൊരാളെ കല്യാണം കഴിക്കരുതെന്ന് ഒന്നും എനിക്കില്ല. എന്നാലും ആ പ്രശ്നങ്ങളൊക്കെ കെട്ടടക്കാത്തിടത്തോളം വേറൊരാളുമായിട്ട് കല്യാണം കഴിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. മെഹനുവിന്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല. എന്തായാലും അവർ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ആയിട്ടൊന്നുമില്ല. വേന ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് വരുന്നല്ലേ. അപ്പൊ അങ്ങനെ ആലുവയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആലുവയിൽ വർക്ക് ചെയ്തുണ്ടായത്. അങ്ങനെ മേനോനെ കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടായിരുന്നു. കുറച്ച് നാള് ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ടൈപ്പ് ആയിരുന്നു. പിന്നെ പുള്ളിന്റെ സ്റ്റോറി എല്ലാം കേട്ടപ്പോ ഒരു ഇമോഷണൽ ആയിരുന്നു, ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയാണ് ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വന്നത്. വലിയ സ്റ്റോറി ഒന്നുമില്ല. വീട്ടിലെങ്ങനെയായിരുന്നു? കാരണം മെഹനുവിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഫാമിലി എങ്ങനെ? ഫസ്റ്റ് കുറച്ച് എതിരുണ്ടായി. ഫാമിലി എതിർത്തില്ലേ ഉള്ളൂ സംശയം. ബിക്കോസ് അത്രയും ഫേമസ് ആയിരുന്നു മെഹനു. അതുകൊണ്ട് തന്നെ ഫാമിലി ഉറപ്പായിട്ടും എതിർപ്പുണ്ടാവും. പിന്നെ ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി മെഹനുവിന്റെ ഭാഗം കേട്ടു. അതിൽ എന്തൊക്കെയോ സത്യാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇതുമായിട്ട് മുമ്പോട്ട് പോയതെന്നാണ് പറയുന്നത്. മെഹനുവിന് അങ്ങനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഹനുവിന്റെ കഴിവ്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ മെഹനു പറയുന്നത് എന്റെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുന്നില്ല, എന്റെ ഭാര്യയുടെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരുപാട് ബുദ്ധിമുട്ടിന്. പിന്നെ മോനുമില്ല, മോനെ കിട്ടാൻ കുറേ ഓടി. ആടെ പോയി കഴിഞ്ഞാല് ഓരോ കഥകൾ ഉണ്ടാക്കുന്നു ഓരോ ദിവസം. പിന്നെ ഞാൻ കാണാൻ പോകുന്നില്ല, കാണാൻ പോയാൽ കാണിക്കില്ല. ആടുന്ന് DYSP ഓഫീസിൽ നിന്നും ആടുന്ന് കോൾ വന്നിട്ട് നീ ആടെ പോകാൻ പാടില്ല, നിനക്ക് കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നീ ലീഗലായിട്ട് ഇതാക്കണം, അങ്ങനെ ആക്കണം, എന്താ പറയാ, അങ്ങനെ പല രീതിയിലും. നമ്മ നോർമലി ഇപ്പം അതിലാണ് ഞാൻ അവളെ തളർന്നു പോയതെന്ന് വെച്ചാൽ ഭയങ്കര ഇതായി. ഓളിന് ഫസ്റ്റ് പറയാം നമുക്ക് പോയി കാണാം, നമുക്ക് പോവാം. പിന്നെ ഒന്നാമതെ എൻ്റെ ഫാമിലി ഞാനിങ്ങനെ എതിർത്തിട്ട് കുഞ്ഞിനെ കാണാനും അതേപോലെ എന്താ പറയാ വൈഫിന്റെ കവറിന്റെ അടുത്തേക്കെല്ലാം ഞാൻ ജസ്റ്റ് പോയാലൊക്കെ ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കും. പല രീതിയിൽ വേറെ ഓഫീസിൽ നിന്ന് കേസ് എടുക്കും, അങ്ങനെ ആക്കും. പിന്നെ എന്താ പറയാ ആളെ കവറിന്റെ അടുത്ത് പോയിട്ട് ഒരു പുല്ല്. പിന്നെ സ്വന്തം മോളെ നഷ്ടപ്പെട്ട പിതാവും മാതാവും എങ്ങനെ പ്രതികരിക്കണം? അവളുടെ മകൾ മരിക്കാൻ കാരണം മെഹനു അല്ലെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അത് തെളിയിക്കുക എന്നുള്ളത് മെഹനുവിന്റെ ഉത്തരവാദിത്തമാണ്. കോടതിയിൽ അങ്ങനെ തെളിഞ്ഞാൽ മാത്രമേ അത് അവർക്ക് അക്സെപ്റ്റബിൾ ആവുള്ളൂ. അതുവരെ അവർ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്. സ്വന്തം മകളെ നഷ്ടപ്പെട്ടവർക്കല്ലേ അവരുടെ വിഷമം അറിയും. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? മെഹനു എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം പുതിയ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. കോടതിയിൽ കുറ്റവാളിയെല്ലാം നിരൂപിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അല്ലാതെ കേസ് ആൾറെഡി നടക്കുന്നു, കോടതിയിൽ നിന്ന് വിധി വന്നിട്ടില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ്ടും കൊച്ചിനെ കാണണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ്, ഞാൻ അവിടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ അവര് മഹത് വ്യക്തികളൊന്നുമല്ല. അവർ സാധാരണ ഒരു ഉമ്മ ഉപ്പയാണ് അല്ലേ. അപ്പോൾ അവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? പിന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, കുറെ ആളുകൾ മെഹനുവിനെ പ്ലാൻഡായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളായിട്ട് പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടിനെയാണ്. പുള്ളിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേട്ട് തിരിച്ചു വരാം. നമുക്കതാണ് വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തും ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താ പറയാ പല രീതിയിൽ നാട്ടിലും വീട്ടിലും ഇപ്പോഴും ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ രീതിയിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ആവശ്യം എന്താണ് ശരിക്കും ഇങ്ങനെ അറിയാതെ. പിന്നെ ഒന്നാമത് നമ്മളെ ആ ഒരു കാര്യത്തിലാണ് ഫുള്ള് റീച്ചും അതിലുള്ള എല്ലാം വരുമാനമാണെങ്കിലും ക്യാഷ് ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യമായിരിക്കും. എന്തെങ്കിലും ഒരു കഥ കിട്ടിയാൽ അത് മാത്രം വൈറലാക്കുക, അതിലൂടെ നമുക്കറിയാൻ മനസ്സിലായത്. കാരണം ഇത് ആരെ പറ്റിയാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർ കാശുണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കേരളം സംസാരിക്കാനേ പാടില്ലെന്നാണ് റിഫ പറയുന്നത്. ഒരു പെൺകുട്ടി മരിച്ചു, അതിന് ഉത്തരവാദി സ്വന്തം ഭർത്താവാണെന്നുള്ള രീതിയിൽ വാർത്ത പുറത്തു വരുന്നു. അപ്പം കേരളം ഉറപ്പായിട്ടും അതിനെപ്പറ്റി സംസാരിക്കും. ഇത് സംസാരിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം ഈ സംസാരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമം എന്ന രീതിയിൽ അവരെന്താണോ ചെയ്യുന്നത് അതാണ് അവർ ചെയ്യുന്നത്.
മെഹനു വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെ ഈ റിഫയും മെഹനുവും പിരിഞ്ഞു എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വാർത്ത വന്നിരുന്നു. അതിന് കാരണമായത് ഇവർ തന്നെയാണ്. പക്ഷേ ഇവർ പറയുന്നത് വേറെ കുറെ ആളുകൾ അവരെ പറ്റി പറഞ്ഞുണ്ടാക്കി. എന്നാൽ അത് മെഹനുവിൻ്റെ ചാനലിലാണ് ഇട്ടിരുന്നത്. സെപ്പറേറ്റഡ് നോ മോർ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഇട്ടത്. പിന്നെ അവരുടെ പടവും വെച്ചുകൊണ്ട് സെപ്പറേറ്റഡ് നോ മോർ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എന്താണ് വിചാരിക്കേണ്ടത്? പിന്നീട് അതൊക്കെ എടുത്തു കളഞ്ഞു, എന്നിട്ട് ന്യായീകരണമായിട്ട് രംഗത്ത് വന്നു. എന്നിട്ട് ഇപ്പം കുറ്റം മൊത്തം സോഷ്യൽ മീഡിയക്കാണ്. ഇപ്പം അതിന് കുറച്ച് ന്യായീകരണം അവർ പറയുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഡിവോഴ്സ് ആയി എന്നുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടു. നിങ്ങൾ ആരെ ഡിവോഴ്സ് ആക്കിയത് ശരിക്കും? അറിയില്ല, അത് കൊറേ മീഡിയക്കാർ നമ്മളറിയില്ല. കൊറേ മീഡിയക്കാർ എത്തിയിട്ട് നമ്മള് കുറച്ചു കാലം സോഷ്യൽ മീഡിയയിലിട്ട് ഒന്ന് ഗ്യാപ്പ് കൂട്ടി. പിന്നെ ഒന്നാമത് ഒരു ജസ്റ്റ് ഫോൺ ഡാമേജ് ആയപ്പം പിന്നെ റെഡി ആക്കണ്ട, കുറച്ചു കാലം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. വന്നപ്പോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്. ഇതിപ്പോ എന്റെ കുട്ടീനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്ക് ഇങ്ങനെ ചോദിച്ച് വിഷമാന്ന് ഒരേ ചോദിക്കുമ്പോ കുട്ടീന്റെ കൂടെ വീഡിയോ എടുക്ക്. ഇപ്പൊ മിനിയാന്റെ വീഡിയോയിൽ വരെ അതിന്റെ കമന്റ് റിപ്ലൈ ഉണ്ട്. കുട്ടീന്റെ കൂടെ സഫറിന്റെ വീഡിയോ എടുക്കാത്തത് എന്ത് ഇതായിക്കൂടെ. ഇപ്പൊ മിനിയാന്ന് എടുത്ത വീഡിയോസിൽ വരെ കമന്റ് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോ പെട്ടെന്ന് നമ്മളെന്താ പറയാ, കാണാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അത് വീട്ടുകാർ അനുഭവിച്ചൊരു ഇതായതുകൊണ്ട് തന്നെ കുട്ടീന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാ, ഞാൻ നോർമലി പറഞ്ഞു നമ്മൾ ഒന്നിച്ചല്ല, നമ്മൾ വേറെ വേറെയാണ്, സെപ്പറേറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ മൈൻഡ് ആ പെട്ടെന്ന് സംഭവം കമന്റ് വന്നാൽ പോലും ഇംഗ്ലീഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചിട്ട് ഇവളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ അടുത്ത്. എന്റെ മോനെ നല്ല ന്യായീകരണം. ഞാൻ കുഞ്ഞുമായിട്ട് ഒരുമിച്ചല്ല, അതാണ് ഞാൻ സെപ്പറേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് ആർക്കും മനസ്സിലാവും. പിന്നെ മെഹനു പറയുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്, ആരോ കൂടോത്രമൊക്കെ ചെയ്തതാണോ, കൂടോത്രത്തിലൊക്കെ വിശ്വാസം ഉണ്ടെന്നാണ് മെഹനു പറയുന്ന വേറെ ഒരു കാര്യം. തൻ്റെ ഭാഗത്ത് തെറ്റില്ല, ആരോ എന്തൊക്കെയോ കൂടോത്രം ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും മെഹനു പറയുന്നുണ്ട്. അതെന്താണ് പറയുന്നുള്ളത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പേടിയുണ്ട്. ഇപ്പൊ എന്താ അറിയോ, മുട്ട കൂടോത്രം അങ്ങനത്തെ ഞാൻ വിശ്വസിക്കാത്ത ആളായിരുന്നു. പക്ഷെ എന്റെ എന്റെ ജീവിത അനുഭവത്തില് ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. മെഹനു പറയുന്നത് താൻ ചെയ്യാത്ത കുറ്റങ്ങൾ തന്റെ മുകളിൽ വരുന്ന പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവഴി നൈസായിട്ട് കൂടോത്രം പറഞ്ഞ് ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കൂടോത്രം വഴി പറയാൻ ശ്രമിക്കുകയാണ് മെഹനു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കാൻ അവരെന്തോ മണ്ടന്മാരാണ്. പിന്നെ ഈ കൂടോത്രത്തിനൊക്കെ പബ്ലിസിറ്റി കൊടുക്കാൻ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടിരുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. ഈ 2025 ആളുകൾക്ക് ബുദ്ധി വളരേണ്ടതിന് പകരം ആളുകളുടെ ബുദ്ധി താപ്പോട്ടാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക്. പിന്നെ മെഹനു പറയുന്നത് തൻ്റെ കുട്ടിയെ കാണാൻ താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും പല മാർഗങ്ങളിലൂടെ പലരും അത് തടയുന്നു എന്നാണ്. അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമുക്കും അറിയാത്ത കാരണം ഇപ്പൊ നോർമലി ഒരാളാകുമ്പോൾ ഇങ്ങനെ കുഞ്ഞിന്റെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കാണാം. നമ്മളോട് പറഞ്ഞത് സ്റ്റാർട്ടിങ് പറഞ്ഞത് എന്താ പറയാ, അതില് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് പഴയ കാര്യം ഇപ്പൊ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇതിട്ടെങ്കിലും ഇതിന്റെ ബാക്കിൽ പിടിച്ച് കയറുക അതില് വരും. അതുകൊണ്ട് ഈ പഴയ കാര്യം പറയാൻ ഇപ്പൊ ഒന്നാമത് താല്പര്യമില്ല. പക്ഷെ ഇനി ഒന്നെങ്കിൽ ഇനി ഇറങ്ങിയാൽ പിന്നെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കാനും സമയമുണ്ടോ. നമുക്ക് എന്താ പറയാ, ഒരു പിടി കാണിക്കാം. ഒന്നിക്കൽ രണ്ടാളും ഒരു ഒരാഴ്ച ആടെ ഒരാഴ്ച ഇവിടെ അങ്ങനെങ്കിലും ഒരു ഇത് വെക്കാം. ഫസ്റ്റ് അല്ലെങ്കിൽ സംസാരിക്കാനോട് എന്താ അവരെ പ്രശ്നം, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയത് എന്നോട് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, ഒന്ന് പറയാൻ. ഞാൻ ഏത് സ്റ്റേജിൽ നിന്ന് അവർ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല. കുറെ കാലം ഞാൻ ഏത് സ്റ്റേജിലാണെന്നുള്ള അവർ മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന് സ്വന്തം മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അതിനുശേഷം ഈ മരുമോന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നാണ് പുള്ളി പറയുന്നത്. എല്ലാവരും മനുഷ്യരല്ലേ, അവർക്ക് ഇമോഷൻസ് ഒക്കെ ഇല്ലേ. സ്വന്തം മകൾ മരിച്ച ഉടനെ ഭർത്താവാണ് കുറ്റവാളി എന്ന രീതിയിൽ പറയപ്പെടുമ്പോൾ ഉടനെ ഭർത്താവ് കടന്നു പോകുന്ന അവസ്ഥകൾ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളിതിന് പറയേണ്ടത്? ഇവിടെ മെഹനു കുറച്ച് സമീപനം പാലിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തന്നെ പുറകെ നടക്കാതെ കുറച്ചൊരു ഗ്യാപ്പ് എടുത്ത് തൻ്റെ നിരപരാധിത്വം തെളിച്ച് അതിനുശേഷം അവരോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പം കേട്ടേക്കാം. അല്ലാതെ എന്നെ കേൾക്കുന്നില്ല, എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ കേൾക്കാൻ അവർ മഹാത്മാഗാന്ധിജിയോ മദർ തെരേസയോ ഒന്നും അല്ല, സാധാരണ മനുഷ്യരാണ്. ബാക്കി കേൾക്കാം. സമയത്ത് ഇവര് പറഞ്ഞു നടക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലി ചെയ്ത് നടക്കുന്നു. അപ്പൊ ആര് ഹാപ്പി ആയിട്ട് ജോലി ചെയ്തിട്ട് നടന്നതെന്നെല്ലാം പിന്നെ 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 മനസ്സിലാക്കാനുണ്ട്. ഓരോരാളെ കൂട്ടിയിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഓരോ കഥ പിന്നെ ഓരോ പറയുന്ന കേട്ടോ. നമുക്ക് ആരാണ് ഒരാളെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് തന്നെ വീണ്ടും 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 മെഹനു കുറെ പ്രാവശ്യം പറയുന്നുണ്ട്.
ആ ഒരാളെ കൂട്ടിയ കാര്യം. കുഞ്ഞിനെ വേണമെങ്കിൽ ഇനി കോടതി പോയിട്ട് എടുത്തോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണണ്ട, പിന്നെ കവറിന്റെ അടുത്ത് പോകരുത്, അവളെ പേര് പറയരുത്, കുഞ്ഞിന്റെ പേര് നീ സംസാരിക്കാൻ പാടില്ല, ഈ മീഡിയയിൽ നീ സംസാരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ എന്നെ പറയുന്നു. എന്റെ അടുത്തും കാണാൻ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വരണ്ടാന്ന്. പിന്നെ എന്താണ് പറയേണ്ടത്? ആഹാ എൻ്റെ മരുമോൻ പുതിയൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ആ രണ്ടുപേരും വന്നാട്ടെ, ഇരുന്നാട്ടെ, ചായ കുടിച്ചിട്ട് പോവാം, കുഞ്ഞിനെ കാണാം എന്നാണോ അവർ പറയേണ്ടത്? അതെങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അവരിൽ നിന്ന്? അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ബാക്കിയാണ് മറ്റുള്ളവര് പറയുന്ന സീനില്ല, അവളെ ഫാമിലി പറയുമ്പോ ഭയങ്കര അങ്ങനെ കൊണ്ടുവരണം. അവന്റെ വൈഫ് മറ്റൊരു ബോയ്സിനോട് അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോൾ എന്തായാലും ദേഷ്യം വരും. ഏകദേശം പബ്ലിക് ഞാൻ പറയും നമുക്ക് എത്ര ലൈക്കാന്നില്ല, ഞങ്ങനെ അവനോട് ഇതാക്കണ്ട, നമുക്ക് ആ ഒരു ഈഗോ ഉണ്ട്. ഐ മീൻ അങ്ങനെ അധികം ഒരു സംസാരിക്കുക ഫ്രണ്ട്സും ഒക്കെ. പക്ഷെ ഒരാളോട് പെട്ടെന്ന് ഓൺ അറ്റാച്ച്മെന്റ് കാണുമ്പോഴും ഭയങ്കര തെളിവായിട്ട് ഓരോ സംഭവം വരുമ്പോൾ ഡൗട്ട് ഉള്ള സാധനം ഞാൻ കൊടുക്കില്ല. അങ്ങനെ കാണുമ്പോ എനിക്ക് നമ്മളുണ്ടല്ലോ എന്റെ ഫാമിലിയോട് ഒരു കാര്യമായിട്ടൊരു പണിട്ട, അതുകൊണ്ടാണ് ഇന്നും അവർ പറഞ്ഞത് നീ അന്നെന്ത് പറയുന്നത്, അന്ന് ഒഴിവാക്കാനില്ല, അന്ന് ഒഴിവാക്കാൻ എനിക്ക് ഇന്ന് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് യഥാർത്ഥ വിഷമമാണോ അത് വെളുപ്പിക്കാനാണോ എന്ന് നമുക്ക് അറിയത്തില്ല. സാധാരണ കുറേ സമയം കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് വെളുപ്പിക്കാനൊക്കെ ആളുകൾ വരാറുണ്ട്. അമ്മാതിരി പരിപാടിയാണോ ഇത് എന്നറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മോശമാണ്. പിന്നെ വേറൊരു കാര്യം, കോടതിയിൽ കേസുള്ള ഒരു കാര്യത്തിൽ ആ പെൺകുട്ടിയെ പറ്റി വേണ്ടാത്തത് പറയാൻ പാടില്ല. പക്ഷെ ഇവിടെ മെഹനു ആ കുട്ടിയെ പറ്റിയും വേണ്ടാത്തത് പറയുന്നുണ്ട്. നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അവരെ ചോരയിൽ ഓടുന്നത് എന്താണെന്നുള്ള മനസ്സിലാവും ആൾക്കാർ. ആ ഒരു സാധനം മാത്രം എനിക്കുണ്ടായിട്ടു, അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ചോദിച്ചിനി. അപ്പോ ഫോട്ടോ വീഡിയോ എന്തെല്ലോ വെറൈറ്റി കാണുമ്പോ ഫുള്ള് ടറൈന് ഞാൻ ഭയങ്കര വിഷമമായി. ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യായീകരണങ്ങൾ വെളുപ്പിക്കലും ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചെയ്യാനിട്ടല്ല, ഞാനും കുറച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പുറത്തു പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ, അമ്മ എന്തിനാ അവരെ നെഗറ്റീവ് ആക്കിയിട്ട് ഇടണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവ്സ് വന്നപ്പോ ഞാൻ പറഞ്ഞ് ഒന്നും ചെയ്യാത്ത എനിക്ക് വന്നിട്ട് നെഗറ്റീവ്സ് വന്നാ പിന്നെ തെറ്റ് ചെയ്തവരെ അമ്മ തെറ്റുള്ള രീതിയിൽ തന്നെ കാണിക്കാ, പുറത്തിടാന്ന് പറഞ്ഞിട്ടും ഞാനും സമ്മതിക്കാത്തത്. നല്ല വൈറ്റ് വാഷാണ് ചെയ്യുന്നത്, അതിന് ഇപ്പോഴത്തെ ഭാര്യ നല്ല സപ്പോർട്ടുമാണ്. ഇതൊക്കെയാണ് റിഫ മെഹനു സഫ വിഷയത്തിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കേട്ട് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.